2025-26 പോഷൻ പക്വട ഭാഗമായി പുത്തൂര് പഞ്ചായത്തിലെ അംഗനവാടി പ്രവർത്തകർക്ക് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. 1000 ദിനങ്ങളുടെ പ്രാധാന്യം, SAM, MAM കുട്ടികളെ തിരിച്ചറിയുക, പോഷകാഹാരക്കുറവ് തടയുക എന്നിവയെക്കുറിച്ചാണ് ക്ലാസ് സംഘടിപ്പിച്ചത്. തുടർന്ന് വളർച്ചാ നിരീക്ഷണം എങ്ങനെ നടത്താമെന്നും പോഷകാഹാര പ്രദർശനവും നടന്നു. പുത്തൂർ പഞ്ചായത്ത് മെമ്പർ നിമിഷ വിജയൻ അധ്യക്ഷത വഹിച്ചു. പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിബി വർഗീസ് ആശംസകൾ അറിയിച്ചു. വെട്ടൂക്കാട് PHC HI സുരേഷ്, MLSP നഴ്സ് ബ്രിറ്റി എന്നിവർ ക്ലാസ് എടുത്തു. ICDS സൂപ്പർവൈസർ പ്രീനു സ്വാഗതം പറഞ്ഞു. അംഗനവാടി വർക്കർ ബിന്ദു MK നന്ദി പറഞ്ഞു. നമ്മുടെ സമൂഹത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ലഹരി ഉപയോഗത്തിനെതിരെ ശക്തമായ പ്രവർത്തനം അംഗനവാടി വർക്കേഴ്സ് നടത്തണമെന്ന് പ്രസിഡന്റ് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. അങ്ങനെ കണ്ടെത്തുന്ന കുട്ടികളെ നമുക്ക് എവിടേക്ക് റെഫർ ചെയ്യാം എന്ന കാര്യങ്ങളെ പറ്റിയിട്ടുള്ളൊരു അവബോധം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളുടെ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. മനസ്സിലുണ്ട്. അപ്പോൾ ഈ പരിപാടിയിലേക്ക് ആദ്യമായിട്ട് നമ്മുടെ നിമിഷ മെമ്പർ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സുരേഷ് സാർ, പ്രിറ്റി സിസ്റ്റർ എത്തിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ പ്രവർത്തകര്, അതുപോലെ തന്നെ ഒറ്റവാക്കിൽ അധ്യക്ഷ പദം അലങ്കരിക്കാനായിട്ട് ഭക്ഷണത്തിനുള്ള ഒരു പോരായ്മയൊന്നും ഓരോ കുട്ടിക്ക് വീടുകളിലും ഇന്നത്തെ കാലത്ത് ഇല്ല. പോഷകം കുട്ടികളുടെ പോഷകം എത്രത്തോളം അവരുടെ ശരീരത്തിലേക്ക് എത്തിയിട്ടുണ്ടെന്നുള്ളൊരു സംശയമായ അതാണ് കോപ്പറേറ്റീവ് ഗവൺമെന്റ്. സോഷ്യൽ ഡെവലപ്മെന്റ് ഭയങ്കരമായിട്ട് മറ്റുള്ളവരെ കാണുന്ന കൾച്ചറാണ്. അതൊരു സോഷ്യൽ ഡെവലപ്മെന്റ്. അതൊരു സോഷ്യൽ ഡെവലപ്മെന്റ് ആണ്. ആദ്യത്തെ മാസത്തില് കുഞ്ഞിനെ കുഞ്ഞ് തല അടക്കും. പിന്നെ എല്ലാ കുട്ടികളും കുഞ്ഞുങ്ങള് പോഷകാഹാരക്കുറവ്, അതുപോലെ തന്നെ അവരിലുള്ള മാറ്റങ്ങൾ, ഇത് നമ്മൾ മനസ്സിലാക്കി പോകണം. 1000 ഇപ്പൊ ഞാൻ എച്ചയോട് ചോദിച്ചപ്പോൾ 1000 ദിനത്തിലുള്ള കുട്ടികൾ എന്ന് പറയുമ്പോൾ 0 മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളാണ്. അപ്പൊ ആ 6 വയസ്സുള്ള കുട്ടികൾ എത്രത്തോളം നമ്മുടെ ഗ്രാമപഞ്ചായത്തിനകത്ത് ആരോഗ്യപരമായിട്ട് നിൽക്കുന്നു എന്നതിനുള്ളതിന് സാക്ഷ്യം വഹിക്കേണ്ടത് നമ്മുടെ അംഗനവാടി ആളുകളാണ്. അച്ഛനമ്മമാര് അവർക്ക് ഇന്നത്തെ ഇപ്പോൾ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ നമുക്ക് ഇന്നത്തെ കാലത്ത് ഭക്ഷണത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ നൽകേണ്ട വൈറ്റമിൻസുകൾ അവരുടെ ശരീരത്തിൽ എത്തുന്നുണ്ടോ എന്നുള്ള പരിശോധന കൃത്യമായിട്ട് നമ്മുടെ മാതാപിതാക്കള് ഒട്ടുമിക്ക ആളുകൾ ചെയ്യുന്നില്ല എന്ന് തന്നെയാണ് നമ്മൾ ഉൾപ്പെടെയുള്ള ആളുകൾ അതൊരു വിശ്വാസം. കാരണം നമ്മുടെ മക്കൾ ആവശ്യപ്പെടുന്ന ഭക്ഷണങ്ങൾ വാങ്ങിക്കൊടുക്കുക, അവർക്ക് ഇഷ്ടപ്പെട്ടത് അവരുടെ മുന്നിലെത്തിച്ചു കൊടുക്കുക, അത് എത്രത്തോളം ഗുണമേന്മയുള്ളതാണോ എന്നൊന്നും പരിശോധിക്കാറില്ല. എല്ലാവരും വിചാരം നമ്മുടെ കുട്ടികൾ നല്ലതാണ്. അപ്പൊ നമ്മളുടെ കുട്ടികൾ